ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തെ ഇളക്കി മറിച്ചത് സർവകലാശാല ഉപയോഗിച്ചാണ്. സർക്കാർ നൽകിയ പട്ടികകൾ വെട്ടിയും സർക്കാർ നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കിയുമായിരുന്നു തുടക്കം. പിന്നീട് സ്വന്തം നിലയ്ക്ക് BJP പ്രവർത്തകരെ സർവകലാശാലകളിലേക്ക് നിയോഗിക്കാനും തുടങ്ങി. അതുവരെ സർക്കാർ നൽകിയിരുന്ന പട്ടിക അംഗീകരിക്കുകയോ തള്ളുകയോ മാത്രമായിരുന്നു ഗവർണർമാർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്. പുതിയ പട്ടിക ആവശ്യപ്പെടാം എന്നല്ലാതെ സ്വന്തം നിലയ്ക്കൊരു നിയമനം നടത്താനൊന്നും കഴിയുമായിരുന്നില്ല. അത്തരം കീഴ്വഴക്കങ്ങളെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലംഘിച്ചു. അതിന് കോടതികളിൽ നിന്നും തിരിച്ചടി വന്നപ്പോഴേക്കും പുതിയ ഗവർണർ സ്ഥാനമേറ്റിരുന്നു. സർവകലാശാലകളിൽ അധികമൊന്നും പുതിയ ഗവർണർമാർക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല എന്ന ഘട്ടത്തിലാണ് അടുത്ത വിവാദം തുടങ്ങുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ആരാധിക്കുക. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, പ്രകോപനത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് സർക്കാർ ആരോപിക്കുന്നു. ഒരു പൊതുചടങ്ങിൽ എങ്ങനെയാണ് ഇത്തരമൊരു ചിത്രത്തെ ആരാധിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത് തന്റെ രീതിയാണെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അംഗീകരിക്കാൻ കഴിയാത്ത മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ചടങ്ങ് ബഹിഷ്കരിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ല. ഇതേതായാലും ചർച്ച നടത്തി തീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല. ഈ ആരാധന തുടരുമെന്ന് ഗവർണർ പറയുന്നിടത്തോളം ബഹിഷ്കരണമല്ലാതെ സർക്കാരിന് മുന്നിൽ വേറെ മാർഗങ്ങളുമില്ല.